ഹലോ, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോണ്ടിച്ചേരി ട്രിപ്പ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ വേറൊരു വീഡിയോ കയറി വന്നു. എന്നാലും അപ്പം ഞാൻ വിചാരിച്ചു നമ്മളൊരു സസ്പെൻസ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും പോണ്ടിച്ചേരി അല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പോണ്ടിച്ചേരിയിൽ വന്നാലാണ് നമ്മൾ മെയിൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുള്ളൂ. ആ സമയവും എല്ലാം കൂടി നോക്കിയിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തത്. പിന്നെ നമുക്ക് പോണ്ടിച്ചേരി ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ സ്ഥലമാണ്. സോ നമുക്ക് എപ്പോൾ വന്നാലും ഈ ഒരു കാഴ്ചകൾ നമുക്ക് ഒരിക്കലും മടുക്കുകയില്ല. പോണ്ടിച്ചേരി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈയിൽ നിന്ന് 2 മണിക്കൂറുള്ളൂ യാത്ര. എപ്പോൾ വേണമെങ്കിലും ഒരു വീക്കെൻഡ്സിൽ നമുക്ക് വന്നിട്ട് എങ്ങോട്ടും പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഈ ഒരു സ്ഥലത്ത് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നാൽ തന്നെ നമുക്കൊരു മെൻ്റലി നല്ലൊരു ഉന്മേഷം കിട്ടും. ഫുള്ള് ഫ്രഞ്ച് ഒരു ടച്ച് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നടന്നു പോകുന്ന സ്ഥലത്ത് തന്നെ പല പല കാര്യങ്ങളും ഉണ്ട് പോണ്ടിച്ചേരിയിൽ. അവിടെയുള്ള റോക്ക് ബീച്ച്, പിന്നെ നമ്മുടെ ഓരോബിന്ദോ ആശ്രമം, ഈ ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചറിലുള്ള വീടുകൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ശരിക്കും അത് തന്നെ മതി ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ദിവസം നമുക്ക് ചുമ്മാ കറങ്ങി നടക്കാൻ അത് തന്നെ മതി. പിന്നെയാണ് നമുക്ക് ഓരോവില്ലെ അങ്ങനെയുള്ളത്. പിന്നെ നമ്മളിപ്രാവശ്യം പോയ ബീച്ച് ഏഡൻ ബീച്ച് അങ്ങനെയുള്ളത് പിന്നെയും ഉണ്ട് കുറേ ബീച്ചുകൾ. സ്പെസിഫിക്കായിട്ട് നമ്മൾ അധികം പോണ്ടിച്ചേരി ഉദ്ദേശിക്കാത്തതുകൊണ്ട് അധികം പോയില്ല എന്ന് മാത്രം. മാക്സിമം റൂമിലിരുന്നു. ആ ഒരു ബീച്ച് മാത്രമായിരുന്നു. പിന്നെ വെയിലും ഒക്കെ കൂടുതലും നമുക്കൊരു തടസ്സമാണല്ലോ എല്ലാത്തിനും. അപ്പോൾ അത് മാത്രമല്ല, അധികം നമ്മൾ പോണ ആ സ്ഥലത്ത് വെയിൽ അധികം ആവുന്നതിന് മുമ്പ് എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ രാവിലെ റോക്ക് ബീച്ചിലൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് സമയം കിട്ടിയില്ല. കാരണം കാർ എന്തായാലും അവിടേക്ക് പോവില്ല. നമ്മളിവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് പോകണം. പിന്നെ അന്നൊരു സൺഡേയും കൂടി ആയതുകൊണ്ട് രാവിലെ ഭയങ്കര തിരക്കായിരിക്കും ബീച്ചിൽ. എന്ന് വിചാരിച്ചു നമുക്ക് ഇനിയും വരാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. പോണ്ടിച്ചേരിയിലത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ മോളിൽ. അത് പക്ഷേ രാവിലെ 8 മണി ആ സമയമായിരുന്നു, അതുകൊണ്ട് തുറന്നിട്ടില്ലായിരുന്നു. നമുക്ക് പോണ്ടിച്ചേരിയിൽ മോളില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഒരു സ്ഥലത്ത് പോകേണ്ടത് മെയിൻ സ്ഥലം. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോണേ, പോണ്ടിച്ചേരിന്ന്. പിന്നെ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടല്ലേ റോക്ക് ബീച്ചിൽ വീണ്ടും പോകുന്നു. പക്ഷെ കണ്ട എന്ത് വേല. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് ടൈം വരുമ്പോൾ 8:30 കറക്റ്റ്, ഗുഡ് പോയിന്റ്. അങ്ങനെ ഞങ്ങൾ റോക്ക് ബീച്ചിൽ പോകണ്ടെന്ന് വിചാരിച്ചു. ഇത്തവണ ഇവിടെ ബലൂണിലൂടെ കളിക്കാൻ. Wow, looking like a wow. ഈ ബലൂണിന്റെ ഫ്ലൈയിങ് പോയി, താഴെ പോയി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഒരു 1 hour 30 minutes ഒക്കെ എടുക്കും പോവാൻ. ഇതല്ലേ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്നലെ വന്നു നമ്മള്. ബൊട്ടാണിക്കൽ ഗാർഡൻ പോകണമെന്ന് എന്തായാലും വിചാരിച്ചതാ, പക്ഷെ ക്ലോസ്ഡാ. നല്ല സ്ഥലമായിരുന്നു, പ്രകൃതിയോടെ അലിഞ്ഞു ചേർന്ന സ്ഥലമായിരുന്നു. അലിഞ്ഞു ചേർന്ന ഉജാല കറയെ അലിയിപ്പിച്ച് കളയും. നിത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു 2 hours ഉള്ളിൽ ട്രാവൽ ഉണ്ട്. അതാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എത്രയൊക്കെയായാലും ഈ ഒരു സമയത്ത് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പോണ്ടിച്ചേരി വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദേ വന്നു നമ്മുടെ സ്ഥലം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ പിച്ചാവരം എന്ന് പറയുന്നത്. നമ്മൾ ഒരു 3-4 വർഷമൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഇവിടേക്ക് മാത്രം വരാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാണ്ട് അങ്ങനെ അവസാനം എന്താണ് ഇവിടെ ഉള്ളതെന്നുള്ളതൊന്നും അറിയണമല്ലോ നമുക്ക്. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ടോള് പോലെ 100 rupees ഒരു വണ്ടിക്ക് പിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഹോട്ടലിൻ്റെ കാർഡും തന്നു. എന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല. കാരണം സാധാരണ റോഡ് യൂസ് ചെയ്യുന്നതിന് 100 രൂപ എന്തിനാ അവർ പിരിക്കണേന്ന് അറിയില്ല. ഇനി ഗവൺമെൻറ് ആയിട്ട് ചെയ്യുന്നതാണോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ നമ്മളതൊക്കെ ചെയ്ത് ഇവിടെ വന്നു. നമ്മളിപ്പോൾ നാഗപട്ടണമൊക്കെ കടന്നിട്ടാട്ടോ നമ്മൾ പിച്ചാവരത്ത് വന്നേക്കണേ.
പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇവിടെ എന്താണ് ഉള്ളതെന്ന്. അതായത് മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ടെന്ന് അറിയാം നമുക്ക്, പക്ഷെ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ബോട്ടിങ് എങ്ങനെയായിരിക്കും, വലിയതാണോ ചെറുതാണോ ഒന്നും അറിയില്ലല്ലോ. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ബോട്ടിംഗ് ആണ്, അതായത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു അനുഭവത്തിൽ അത് കാണാൻ വേണ്ടി വന്നിട്ടുള്ള. അപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്തത് ഈ ഗൂഗിൾ റിവ്യൂസിൽ നോക്കിയപ്പം റോ ബോട്ടില്ലേ, തുഴയുന്ന ബോട്ട് എടുക്കുന്നതാണ് നല്ലതെന്നാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. മോട്ടോർ ബോട്ട് ആകുമ്പം ടൈം വേഗം കഴിയും, അതുകൊണ്ട് അപ്പോൾ റോ ബോട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് ഫുള്ള് ചുറ്റി കാണാമല്ലോ. ഇവിടെ കണ്ട മഞ്ഞ, വാവ്, തുപ്പിയാണോ ഇത്? ഞാൻ നാണ്ടത് തുപ്പിയിരുന്ന പോലെ. ഇനി ഈ മഞ്ഞ കളർ ഗ്ലാസസ് എന്തോ പോലെ ഇരിക്കണം. അമ്മയിട്ട് നോക്ക്. ഇപ്പൊ നല്ല ക്ലൈമറ്റ്. ചിട്ടി റോബോട്ടിന്റെ പോലെ ഉണ്ട്. കുട്ടി റോബോട്ട്. അതിന് എൻ്റെ ഒരു ഫോട്ടോ എടുത്തേ. അയ്യോ ശവരം ഞാൻ ബെസ്റ്റ് അല്ലേ ഫോട്ടോ എടുക്കും. തോന്നണ്ട. റെഡി ടു ഫോട്ടോ, റെഡി ടു ഫോട്ടോ, റെഡി ടു ടേക്ക് ഫോട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു, റോബോട്ട് അതാണ് എടുത്തത്. അപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു ബോട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളിവിടെ ലൈഫ് ജാക്കറ്റൊക്കെ തന്നു, അതൊക്കെ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ എത്തിയ സമയം കറക്റ്റായിരുന്നു, അതായത് വലിയ തിരക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അത്യാവശ്യം സൺസ്ക്രീനും കൂളിംഗ് ഗ്ലാസും പിന്നെ നമ്മുടെ ക്യാപ്പും ഒക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. കാരണം നമുക്കറിയില്ലല്ലോ ചൂടായിരിക്കുമോ, ടിക്കറ്റ് സമയത്തിന് കിട്ടുമോ ഒന്നും അറിയാത്തതുകൊണ്ട്. പിന്നെ മോട്ടോർ ബോട്ട് ആകുമ്പോൾ അവരെന്താ പറയണതെന്ന് വെച്ചാൽ മോട്ടോർ ബോട്ട് അധികം ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, കാരണം ആഴം വളരെ കുറവുള്ള സ്ഥലമാണ് ആ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് ആ ഭാഗം. അതുകൊണ്ട് റോബോട്ടാണ് എപ്പോഴും നല്ലതെന്നാണ് അവിടെ ഉള്ളവരും പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ടേണായി, നമ്മൾ ബോട്ട് നോക്കി നിൽക്കുക. കണ്ടാൽ ശരിക്കും ഒരു ലേക്ക് പോലെ ഉണ്ട്, പക്ഷേ ആ കാണുന്നില്ല, അറ്റത്ത് കാണുന്ന അതാണ് മാംഗ്രൂവ് ഫോറസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോവുക. എത്രത്തോളം ക്യാമറയിൽ മനസ്സിലാവണമെന്നൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ആ ഒരു കാഴ്ച നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ശരിക്കും ബോട്ടുകളും കാടും മേഘങ്ങളും ഒക്കെ നല്ല സൂപ്പർ മസ്റ്റ് വിസിറ്റാണ് ശരിക്കും. നീ കയറിയ ലാസ്റ്റ് ഞാൻ കയറാം. നീ കയറിയിട്ട് ഈ ക്യാമറ വാങ്ങണം, നിലത്തിടരുത്. പിടിച്ചോ. ഓക്കെ ഇത് പിടി. നിരഞ്ജന എന്ത് നോക്കുമോ അപ്പൊ ഇങ്ങനെ വീട് ബാലൻസാണ് അമ്മയുടെ സൈഡിൽ ഈക്വലാവും. ബുദ്ധിമുട്ടും പേടിയുണ്ടോ? എന്തിനാ ഒക്കെ തോന്നണ ഞങ്ങളുടെ അടുത്ത് മുതലാണ് നമ്മളുടെ അടുത്ത് വന്നത്. നിങ്ങൾക്ക് ശരിക്കും വ്യൂ കിട്ടുക നല്ല സമയമുണ്ട്. നീ അമ്മൂടാളാ എന്റെ എനിക്ക് പേടിയാ വെള്ളം. കാരണം നാണയണോണ്ടോന്നും എനിക്ക് കുഴപ്പമില്ല. ക്രൊക്കോഡൈല് വരാണ് പേടി.
നിനക്ക് സിന്ധു കേസ് അല്ല, ഹൈറ്റിനെ കാട്ടി. പേടിയുടെ ഡിസ്കഷൻ നടക്കുമായിരുന്നു. ഒരാൾക്ക് ക്രൊക്കഡൈൽ ഉണ്ടോ, ഒരാൾക്ക് നീന്തൽ അറിയില്ല, അങ്ങനെയുള്ള പേടികളായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ആഴയുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞു. അടുത്തില്ല. ഫ്ലെമിംഗോ അല്ല, ഈ ഡോ മീനാണ്. അത്ര ഹൈറ്റ് ഉള്ളൂ. 2 ഫ്ലോർ നമ്മളിങ്ങനെ ബോട്ടിൽ പോകുന്ന സമയത്ത് ആൾക്കാർ പാസ് ചെയ്ത് പോവും, അല്ലെങ്കിൽ തിരിച്ചു വരുന്നവരുണ്ടാവും. അങ്ങനെ കുറേ മലയാളി ഗ്രൂപ്പ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊരു കൗതുകമാണല്ലോ, വേറൊരു നാട്ടിൽ ചെന്ന് മലയാളികളെ കാണുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ. അങ്ങനെ അതുപോലെ മെയിനായിട്ട് ഈ പിച്ചാവരം എന്ന് പറയുന്നത് ഈ ഒരു കണ്ടൽക്കാട് തന്നെയാണ്. നമ്മൾ ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയില്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ നന്നായിട്ട് പഠിക്കാനുണ്ടല്ലോ പലതരം കാടുകളെ കുറിച്ചിട്ടൊക്കെ. എനിക്ക് തോന്നുന്നത് ഒരു 3rd 4th തൊട്ടിട്ടേ സ്റ്റാർട്ട് ചെയ്യും. കിത്തൂനൊക്കെ ഉണ്ട് ഇപ്പോഴേ മാംഗ്രൂവ് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്ക് നേരിട്ട് കാണുമ്പോഴാണല്ലോ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അതും ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാമല്ലോ, അവർക്ക് നേരിട്ട് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് വളരണേന്നുള്ളത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ആണോ അതോ ലോകത്തിലെ ആണോ 2nd ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണെന്നാണ്. സുന്ദർബൻസ് ആണ് ഫസ്റ്റ്, 2nd ലാർജസ്റ്റ് എന്നാണ് ഞാൻ ഗൂഗിളിൽ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല. കുട്ടികൾക്കാണെങ്കിലും ഒരു അറിവാണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, മെയിനായിട്ട് ആ സീനിക് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോപ്രോയിൽ എടുക്കുമ്പം പ്രത്യേകമായിട്ടുള്ളൊരു ക്ലാരിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അത് ഭയങ്കര രസമാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ സിനിമകളിൽ കണ്ടിട്ടില്ല, തിരിച്ചു വരാൻ വഴി അറിഞ്ഞില്ലേ കണ്ടിട്ട്. റണ്ണർ ഉണ്ട്. റൺ ചെയ്യാൻ പോലും പറ്റില്ല ഇവിടെ. നീ എന്താണ് മാന്ത്രിക സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് ഇവിടെ വന്ന് കണ്ട് ഇതുപോലെ ബോട്ടിങ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ഒരു സീനാണ്. അതായത് മോഹൻലാൽ ഇങ്ങനെ ബോട്ട് എടുത്തിട്ട് പോകുന്നൊരു സീനുണ്ടല്ലോ, അതിൻ്റെ ഞങ്ങളുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ആ സമയത്തൊക്കെയുള്ള സൂപ്പർ ഹിറ്റ് പടമായിരുന്നു മാന്ത്രികയൊക്കെ. അതിൻ്റെ ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് ഏതോ ഒരു ഭാഗത്ത് ഇതുപോലെ ബോട്ട് എടുത്തിട്ട് ഇതുപോലെയുള്ള കനാൽസ് പോലത്തെ സ്ഥലത്ത് കൂടെ മോഹൻലാൽ പോകുന്ന സീനുണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് അതൊക്കെയാണ് ഓർമ്മ വന്നത്. ക്രോക്കഡൈലിന്റെ മുകളിൽ ഇതുമാതിരി ഒരു സാധനം വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്യാം തലയിൽ. എന്നിട്ട് അത് അങ്ങോട്ട് ഇതിനുള്ളിലൊക്കെ എങ്ങനെ പോണേ. എന്നിട്ട് ലാസ്റ്റ് നമ്മളിവിടെ തിരിച്ച് 1 year കഴിഞ്ഞിട്ട് വരുമ്പോൾ ക്രോക്കഡൈലിൽ നിന്ന് വരിക. നമ്മൾക്ക് നോക്കാം എന്തൊക്കെയാ ചിത്രം. ബട്ട് ബാറ്ററി ലോ ആകാൻ പാടില്ല. പിന്നെന്താ 9% ഞാൻ എടുത്തു നോക്കി. ഇതാണ് അറ്റം ലാസ്റ്റ്. നീർനായ ഉണ്ടോ അവിടെ? ഇതെന്താണ് ഇങ്ങനെ ആരോ ഇരിക്കണ്ടോ? അത് മരാണോ? നമുക്ക് ഈ സാധനല്ലേ ഇങ്ങനെ അറിയാം. ഇങ്ങനെയൊക്കെയാണ്. ചാനലായിട്ട് അവിടെ ഇവിടെ ഉണ്ടാവും. ഇതുപോലെ നിന്നോ മതിയായിരുന്നു വെയിൽ. അവിടെ എന്തോ ഇറങ്ങി ഫിഷ് ഫിഷ്. എന്ത് എക്സാമ്പിൾ? റൂൾ അഗൈൻസ്റ്റ്. അത് എനിക്ക് ഏത് സിനിമ ഉണ്ടല്ലോ അങ്ങനെ. ഏതോ കിളി, ഏതോ കിളി മൈനയുടെ കുട്ടിയാണ്. മൈനയുടെ കുട്ടി നല്ല കാറ്റ്. തിരിച്ചു പോവാണ് നമ്മള്. നമ്മള് പോയി വീട്ടിൽ പോവാ. എന്നിട്ട് ഓക്കെ ഇടിക്കും. ഫോട്ടോ എടുക്കും. ഫോട്ടോ ഹോട്ടോ ഹോട്ടോ നിരനിത്തി ഞാനോട് പോവും. സ്റ്റാർട്ടഡാ
പേടിയാ. ഞങ്ങള് മൂന്നുപേരും ഫോട്ടോ എടുത്തു. ഇതെന്തത് പൂജ ചെയ്യാ? ഞാൻ എണീറ്റ് നിൽക്കും. ഫ്രീയായിട്ട് ഇവിടെ ഇരിക്കണ്ട, ഞാൻ ഫോട്ടോ എടുക്കണം. പാട്ട് പാടാം. കാക്ക പാട്ട് പാടുന്നു. ഒന്നും ആയിട്ടില്ല. ഇവിടെ പോയാലും അതെ, മുട്ടുകാട് ബീച്ച് ബോട്ടിങ്ങിന് പോയപ്പോഴും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, രസത്തിന് വേണ്ടിയിട്ട്. നമുക്കത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പിന്നെ ദേ ഈ ഒരു സീൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ആ ഒരു പച്ച, ലൈറ്റ് പച്ച, മുകളിൽ വെള്ള, ഇടയിൽ ഓറഞ്ച്, ഭയങ്കര കളർഫുള്ളായിരുന്നു. എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല, പക്ഷേ നല്ല വെയിൽ കുറഞ്ഞ സമയമായിരുന്നു. അപ്പോൾ പിന്നെ അധികം നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പിന്നെ അപ്പുറത്തും കാടായതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുവെ ഒരു കഷ്ടവും ഉണ്ടായില്ല. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. അതായത് ഒരു ടയർഡ്നെസ്, കുറച്ച് വെയിലിൻ്റെ ഒരു കരിവാളിപ്പുണ്ടല്ലോ, അതൊഴിച്ച് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു സീനുകളൊക്കെ നമുക്ക് വിട്ട് കളയാനേ തോന്നാത്ത പോലെയായിരുന്നു. അതായത് ഫോട്ടോ എത്ര എടുത്താലും മതിയാവാത്ത പോലത്തെ സീനുകളായിരുന്നു. ഒരു കിളി നിൽക്കണമൊക്കെ എൻ്റെ കഴുത്തിൻ്റെ നോക്ക്. അവിടെ ആവും ബീച്ചല്ലേ, ആ കണ്ടത് കര പോലത്തെ. വേറെ സോളം മീൻ പിടിക്കണം. നമുക്ക് ഏകദേശം ഒരു 1 hour 1.5 hours മാക്സിമം അത്രയ്ക്കേ ആവുള്ളൂ. നമ്മൾ കുറേ ഉണ്ട് എന്നൊക്കെ ആദ്യം പ്രതീക്ഷിച്ചു, പക്ഷെ അത്രയ്ക്കധികം പോകാനൊന്നുമില്ല. പോയി നമ്മൾ പിന്നെ അവിടെ ഒരു റൂളുണ്ട്, ആ ഒരു ലെവൽ വരയ്ക്കേ പോകാൻ പാടുള്ളൂ, അതിനപ്പുറം കടക്കാൻ പാടില്ല എന്ന റൂളൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കും. അപ്പോൾ അത്രയും നമുക്ക് പോകാൻ പറ്റുള്ളൂ. പോയി നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ ഈ ഒരു സീനൊക്കെ കണ്ടില്ലേ, ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാം. വേണ്ട തലയിൽ വരണ്ടോന്നും പറയാം. ഇത് വേണ്ട, ഇത് ഈ സാധനം കൂടി അങ്ങനെ വീടെടുത്തോണ്ട് വെക്കാൻ നല്ല ഹോള്, നല്ല ഹോളാണ്. ഉള്ളിലൂടെ പോനാ. നല്ല സീനല്ലേ നോക്ക്. പിച്ചവര മാത്രമേ നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അടുത്ത് വേറെ ഏതെങ്കിലും പ്ലേസസ് ഉണ്ടോ ഒന്നും നമ്മൾ അന്വേഷിച്ചില്ല. ഇവിടെ എനിക്ക് എൻ്റെ പോകുമ്പോഴുള്ളൊരു എന്താ പറയുക, വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറേ കുറേ സമയം എടുക്കുന്നതായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊന്നും പ്ലാനും ചെയ്തില്ല. നോക്കിയപ്പോൾ ഒരു എല്ലാം കൂടി പാർക്കിങ്ങും എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു 2 മണിക്കൂറിനുള്ളിലേക്ക് ആയുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും നെക്സ്റ്റ് ഡേ തൊട്ട് വീണ്ടും ഓഫീസിലും ഒക്കെ പോകാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ പിച്ചാവരം ബോട്ടിങ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് ചെന്നൈ നമ്മൾ വീട്ടിൽ പോവാം. എന്ത് ചൂടാണ്, കരിവാളിച്ചൂലേ. നമ്മളവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ വലിയ 2 ടൂറിസ്റ്റ് ബസ്സിൽ ആൾക്കാർ വന്നിറങ്ങി. അപ്പോഴാണ് നമ്മൾ നേരത്തെ പോയതിൻ്റെ ഒരു എന്താ പറയുക വില മനസ്സിലായത്. കാരണം പിന്നീട് നമുക്ക് ബോട്ട് കിട്ടാനൊക്കെ സമയമെടുത്തേനെ. അങ്ങനെ എന്തായാലും നമ്മുടെ മിഷൻ സക്സസ്ഫുള്ളായി.